പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകയാത്മാവാകുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയിരിക്കുമ്പം സ്തോത്രം, നാം ആരാ, നമ്മുടെ ദൈവം ആരാ എന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. ആരാധിക്കുന്നൊരു ദൈവവൈതൽ എക്കാലത്തും അറിയണം നാം ആരാ, നാം ആരാധിക്കുന്ന ദൈവം ആരാ. ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്നത്. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയാതിരുന്നാൽ നമ്മുടെ ആരാധനയുടെ ശക്തി കുറഞ്ഞു പോകും. പക്ഷേ അറിയേണ്ട പോലെ ദൈവത്തെ അറിഞ്ഞാൽ നമ്മൾ ആരാധിക്കുമ്പം നമ്മളെ തന്നെ മറന്നാരാധിക്കാനിടയാകും. സ്തോത്രം. ഈ ഭാഗത്ത് പല പല ആത്മീയ ആശയങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ 19 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 1 കൊരിന്ത്യർ 6:19 വാക്യം. ദൈവത്തിന്റെ ദാനമായി പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ലെന്നും അറിയുന്നില്ലയോ? നല്ലൊരു ആമീൻ പറഞ്ഞേ. പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന നമ്മളെ നിത്യസ്നേഹം കൊണ്ട് ദൈവം വിളിച്ച് വേർതിരിച്ച് നമ്മളെ മക്കളും അവകാശിയുമാക്കി തീർന്നപ്പം നമ്മൾ അറിയാത്തൊരു കാര്യം അവിടെ നടന്നെന്നാണ് ബൈബിൾ പറയുന്നേ. നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി മാറി. നിങ്ങൾക്കുള്ള വില കർത്താവ് കാൽവറിയിൽ കെട്ടിവെച്ചു. എന്നിട്ട് നിങ്ങളെ കർത്താവ് പർച്ചേസ് ചെയ്തു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പാപിയല്ല, ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ കാക്കണമെന്ന് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ കാത്താൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പം ഇവിടെ 2 ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. എന്തുവാണ് ഈ കർത്താവിനോട് പറ്റിച്ചേരുക എന്ന് പറഞ്ഞ പറ്റിച്ചേരുക എന്ന് പറഞ്ഞ 1-2 അർത്ഥങ്ങൾ ഞാൻ പറയാം. കൂടെ ഇരിക്കുക, കൂടെ നടക്കുക, ഇതൊക്കെയാണ് പറ്റിയിരിക്കുന്ന ഈ അനുഭവം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, കർത്താവുമായിട്ട് നിങ്ങൾക്ക് യേശുവിനെ അറിയാവുന്നൊരു ബന്ധമേ ഉള്ളോ അതോ പറ്റിയിരിക്കുന്നൊരു ബന്ധമുണ്ടോ? നിങ്ങളോട് തന്നെ ചോദിക്കണം. 2025 ഒരു കയ്യടിയിൽ യേശു ഒതുങ്ങരുത്. പറ്റിയിരിക്കുന്നൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു ബന്ധം നീയും ദൈവവുമായിട്ടുണ്ടാകണം. ബൈബിളിൽ നിങ്ങൾ പഠിച്ചു നോക്കി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കർത്താവ് തരുന്നൊരു ബോധ്യം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചത് കർത്താവിനോട് കൂടെ ഇരിക്കാനാണ്. ഒരാൾ യേശുവിനോട് കൂടെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്തുവാന്ന് ചോദിച്ചാൽ, അവൻ്റെ ഒരുപക്ഷെ കടവുള്ളവനാകട്ടെ, രോഗമുള്ളവരാകട്ടെ, ശാപമുള്ളവരാകട്ടെ, ബന്ധനം എന്തുമുള്ളവരാകട്ടെ, പക്ഷേ അവൻ കർത്താവിനോട് അടുത്ത് കഴിയുമ്പോൾ അവൻ്റെ രീതികളെല്ലാം മാറും, അവൻ്റെ സ്വഭാവം മാറും, അവൻ്റെ രീതി മാറും, അവൻ്റെ ഭാഷ മാറും. മാത്രമല്ല അവൻ്റെ മേലിരിക്കുന്ന ദൈവപ്രവൃത്തിയും വെളിപ്പെടാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മൊബൈൽ പുറത്തിറക്കിയത് ഇതൊരു കമ്പനി പുറത്തിറക്കിയ ഫോണാണ്. ഇത് ഏതെങ്കിലും ഒരു ഷോപ്പിനകത്ത് ഈ കമ്പനി പാക്കറ്റിൽ ഇരുന്നാൽ 50 കൊല്ലം ഇരുന്നാൽ ഈ ഫോൺ ഇറക്കിയതിൻ്റെ പ്രയോജനം കമ്പനിക്ക് ഉണ്ടാകത്തില്ല. എന്തിനാ ഈ കമ്പനി ഫോൺ ഇറക്കിയെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കവർ പൊട്ടിച്ച് ഇതിനകത്ത് സിം കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനകത്ത് വേണ്ട വാട്സാപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഈ കമ്പനി ഈ ഫോൺ ഇറക്കിയതിൻ്റെ വലിയ ഉദ്ദേശം നിറവേറത്തുള്ളൂ. ഇതുപോലെ യേശു നിന്നെ വിളിച്ചത് എന്നും ഈ അവസ്ഥയിലിരിക്കാനല്ല. നിന്റെ അവസ്ഥ മാറണമെങ്കിൽ കർത്താവിനോട് പറ്റിയിരിക്കാൻ തീരുമാനിക്കണം.